ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ വി.ആർ. രാജു നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. HIV അണുബാധ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുവെന്നും HIV പ്രതിരോധത്തിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യുവാനുണ്ടെന്നും നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരു പുതിയ HIV അണുബാധ പോലും ഉണ്ടാകുവാതിരിക്കുവാനുമുള്ള സൂക്ഷ്മതയും മുൻകരുതലുകളും നാം ഓരോരുത്തരും എടുക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാറുന്ന ജീവിത സാഹചര്യങ്ങളിൽ HIV പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, അണുവിമുക്തമല്ലാത്ത സിറിഞ്ചുകളുടെ ഉപയോഗം, സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കൽ എന്നിവയിലൂടെയാണ് പ്രധാനമായും HIV പകരുന്നത്. നാം ചില മുൻകരുതലുകൾ എടുത്താൽ പുതിയ HIV വൈറസുകളുടെ വ്യാപനം നമുക്ക് പൂർണ്ണമായും തടയുവാൻ കഴിയും. HIV അണുബാധിതർ സമൂഹത്തിൽ നിന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടെ നാം ചെയ്യേണ്ടത് HIV അണുബാധിതരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവർക്കും മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയുമാണ്. ആവശ്യമായ കരുതലും പരിചരണവും നൽകി HIV അണുബാധിതരെ ഈ സമൂഹത്തിന്റെ ഭാഗമാക്കി കാണണമെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റപ്പെടലും വിവേചനവും ഇല്ലെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ HIV അണുബാധിതരെയും കണ്ടെത്തുവാനും അതുവഴി അവർക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങളും ചികിത്സയും ലഭ്യമാക്കുവാനും കഴിയും. ആദ്യകാലങ്ങളിൽ HIV ബാധിച്ച ഒരാൾ പ്രതിരോധശേഷി നഷ്ടപ്പെട്ട് മറ്റു രോഗങ്ങൾ ബാധിച്ച് 1-2 വർഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് HIV എയ്ഡ്സ് നൂതനങ്ങളായ ചികിത്സാ രീതികളുണ്ട്. അതിൽ പ്രധാനമാണ് ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് അഥവാ ART. ഇതുവഴി HIV അണുബാധിതരുടെ ആരോഗ്യം വീണ്ടെടുത്ത് സാധാരണ ജീവിതം നയിക്കുവാനും സാധിക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്നും ഈ ചികിത്സാ രീതിയെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല. ചികിത്സ ആവശ്യമുള്ള മുഴുവൻ HIV അണുബാധിതർക്കും ഈ ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ എയ്ഡ്സ് മൂലമുള്ള മരണനിരക്ക് കുറയുവാൻ കഴിയും. HIV പ്രതിരോധത്തിന് ഓരോ പൗരനും മുൻകൈയെടുക്കണമെന്ന് ആഹ്വാനമായാണ് നാം ഈ വർഷം എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. ലോകത്ത് HIV ബാധിതരായ 3.69 കോടി ജനങ്ങളുണ്ട്. 2001 അപേക്ഷിച്ച് 2015 പുതുതായി ഉണ്ടാകുന്ന HIV അണുബാധിതരുടെ എണ്ണം 32% കണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഈ രംഗത്തെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെ കാണിക്കുന്നു. ഇന്ന് ലോകത്ത് HIV അണുബാധിതർക്ക് 1.7 കോടി ജനങ്ങൾ ചികിത്സയെടുക്കുന്നു. 2005 എയ്ഡ്സ് കൊണ്ടുള്ള മരണം 22.4 ലക്ഷമായിരുന്നു. ഇത് 2015 ART ചികിത്സയുടെ ഫലമായി 11 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. HIV അണുബാധിതരായ അമ്മമാരിൽ 77% ആളുകൾക്ക് ചികിത്സയെടുക്കുന്നത് വഴി കുഞ്ഞിലേക്കുള്ള അണുബാധ തടയുവാൻ സാധിച്ചു. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷന്റെ 2015 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 21.17 ലക്ഷം HIV അണുബാധിതരുണ്ട്. ഇന്ത്യയിൽ 2015 ഉണ്ടായിട്ടുള്ള പുതിയ HIV അണുബാധിതരുടെ എണ്ണം 86,000 കേരളത്തിൽ HIV അണുബാധിതരായി 29,000 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 2015 കണക്കനുസരിച്ച് 20,954 HIV അണുബാധിതരാണ് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിലുള്ള ART ചികിത്സാ കേന്ദ്രമായ ഉഷസ് കേന്ദ്രങ്ങളിൽ പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. HIV എയ്ഡ്സ് മേഖലയിൽ കേരളത്തിൽ ബോധവൽക്കരണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയാണ്. പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടാതെ HIV അണുബാധ പിടിപെടാൻ കൂടുതൽ സാധ്യതയുള്ള വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ HIV അണുബാധിതരോടുള്ള സാമൂഹ്യ നിന്ദയും വിവേചനവും ഇല്ലാതാക്കുന്നതിനുള്ള വിപുലമായ പ്രവർത്തനങ്ങളും എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് HIV അണുബാധിതർക്ക് ഔഷധം, ചികിത്സ, കൌൺസിലിംഗ് തുടങ്ങിയവ നൽകുന്നതിനൊപ്പം അവർക്ക് പുനരധിവാസവും പരിശീലനവും നിയമസഹായവും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള മറ്റു പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള സാഹചര്യവും ഒരുക്കുകയും ചെയ്തു വരുന്നുണ്ട്. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജ്യോതിസ്, ഉഷസ്, സുരക്ഷ, പുലരി, റെഡ് റിബൺ ക്ലബ്ബുകൾ തുടങ്ങിയവയെല്ലാം വിവിധങ്ങളായ സേവനങ്ങൾ നൽകി വരുന്നു. സംസ്ഥാനത്ത് 498 കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ജ്യോതിസ് കേന്ദ്രങ്ങളിൽ HIV പരിശോധന സൗജന്യമായി നൽകുന്നതിനുള്ള സംവിധാനമുണ്ട്. പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ തികച്ചും രഹസ്യമായിരിക്കും. HIV പരിശോധന കൂടാതെ കൌൺസിലിംഗും ഇവിടെ നിന്നും ലഭിക്കും. HIV അണുബാധ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവരെ കൂടുതൽ ചികിത്സയ്ക്കും മറ്റ് സേവനങ്ങൾക്കും വേണ്ടി ART കേന്ദ്രങ്ങളിലേക്ക് അയക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ചില ESI ആശുപത്രികൾ, ചില സ്വകാര്യ ആശുപത്രികൾ, പ്രധാന ജയിലുകൾ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജ്യോതിസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. HIV അണുബാധിതർക്ക് ആവശ്യമായ ആന്റി റിട്രോവൈറൽ ചികിത്സ
ഉഷസ് കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി നൽകി വരുന്നു. ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷനാണ് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുന്നത്. ആന്റി റിട്രോവൈറൽ ചികിത്സയ്ക്ക് മുന്നോടിയായുള്ള കൌൺസിലിംഗും മറ്റ് അവസരജന്യ രോഗങ്ങൾക്കുള്ള ചികിത്സയും ART കേന്ദ്രങ്ങളിലൂടെ സൗജന്യമായി ലഭ്യമാക്കുന്നു. HIV അണുബാധിതർക്ക് ശരിയായ ജീവിതചര്യയിലൂടെ ആവശ്യമായ ചികിത്സയിലൂടെയും എയ്ഡ്സ് ബാധിതരാകാതെ ദീർഘകാലം സാധാരണ ജീവിതം സാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഉഷസ് കേന്ദ്രങ്ങളുടെ പ്രാധാന്യമേറുന്നത്. HIV അണുബാധിതരുടെ CD4 കോശങ്ങളുടെ എണ്ണം 350 കുറയുമ്പോഴായിരുന്നു ART ചികിത്സ ആരംഭിച്ചിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ 500 ദേശീയ എയ്ഡ്സ് നിയന്ത്രണ ഓർഗനൈസേഷൻ ഉത്തരവായിട്ടുണ്ട്. നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കുന്നതിനാൽ അണുബാധിതർക്ക് കൂടുതൽ കാലം ജീവിക്കുവാൻ സാധിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പാലക്കാട്, കണ്ണൂർ, കൊല്ലം ജില്ലാ ആശുപത്രികളിലും കാസർഗോഡ്, എറണാകുളം ജനറൽ ആശുപത്രികളിലും ഉഷസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ പത്തനംതിട്ട, മലപ്പുറത്തെ തിരൂർ, മഞ്ചേരി, വയനാട്ടിലെ മാനന്തവാടി, ഇടുക്കിയിലെ പൈനാവ്, കാഞ്ഞങ്ങാട് തുടങ്ങിയ ജില്ലാ ആശുപത്രികളിലും നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, പുനലൂർ താലൂക്ക് ആശുപത്രികളിലും ലിങ്ക് ART സെന്ററുകളുമായി ഉഷസ് ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. 19,663 HIV അണുബാധിതരാണ് നാളിതുവരെ ഉഷസ് കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ART ചികിത്സയിലുള്ള 13,735 പേരാണ്. HIV അണുബാധിതർക്ക് അനുകൂലമായ പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിനും ചികിത്സാ സേവനങ്ങൾക്കും പോസിറ്റീവ് ലീവിംഗിനും വേണ്ടിയുള്ള കെയർ ആൻഡ് സപ്പോർട്ട് കേന്ദ്രങ്ങളും ഹെൽപ്പ് ഡെസ്കുകളുമായി പ്രവർത്തിച്ചു വരുന്നു. പുലരി കേന്ദ്രങ്ങളിലൂടെ ജനനേന്ദ്രിയ രോഗങ്ങളുടെ ചികിത്സ സൗജന്യമായി ലഭിക്കുന്നു. സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളും പരിയാരം, കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിലും പുലരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആകെ 23 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ലക്ഷ്യഗ്രൂപ്പുകളിൽ പെടുന്നവരുടെ HIV അണുബാധ ഭീഷണി ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പെരുമാറ്റ വ്യതിയാനം വരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് സുരക്ഷാ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നത്. സ്ത്രീ ലൈംഗിക തൊഴിലാളികൾ, പുരുഷ സ്വവർഗാനുരാഗികൾ, മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നവർ, കുടിയേറ്റ തൊഴിലാളികൾ, ദീർഘദൂര ട്രക്ക് ഡ്രൈവർമാർ, ഭിന്നലിംഗക്കാർ തുടങ്ങിയവർക്കിടയിലൊക്കെ സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനം എത്തുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പരിശീലനവും ഇത്തരം പദ്ധതികളിലൂടെ നൽകി വരുന്നുണ്ട്. സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. സുരക്ഷിത രക്തം ലഭ്യമാക്കുക എന്നത് പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു വർഷം ശരാശരി 4 ലക്ഷം യൂണിറ്റ് രക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായി വരുന്നത്. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പ്രത്യേക കർമ്മ പദ്ധതിയുടെ ഫലമായി സന്നദ്ധ രക്തദാതാവിൽ വൻ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലും കേരള സ്റ്റേറ്റ്സ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾക്കും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് താൽപര്യമുള്ള ഇതര സംഘടനകൾക്കും മെമ്പർ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ, IPP ബിൽഡിംഗ്, റെഡ് ക്രോസ് റോഡ്, തിരുവനന്തപുരം 35 എന്ന വിലാസിൽ ബന്ധപ്പെടാവുന്നതാണ്. കോളേജുകളിൽ പ്രവർത്തിക്കുന്ന റെഡ് റിബൺ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ സന്നദ്ധ രക്തദാനത്തോട് ആഭിമുഖ്യം വളർത്തുവാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ജീവിത നൈപുണ്യം കൈവരിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനും കോളേജ് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് റെഡ് റിബൺ ക്ലബ്ബുകൾ നടത്തിവരുന്നത്. പുതിയ HIV അണുബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നത് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. എങ്കിലും നിലവിൽ ഒരു മാസം ശരാശരി 100 പുതിയ HIV ബാധിതർ ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നു. എന്നാൽ അലസത പാടില്ലെന്നും ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേരളവും അപകട ഭീഷണിയിലാണെന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി